നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി കലിപ്പിൽ തന്നെയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വികലമായി പങ്കുവച്ചത് 19കാരനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വളരെ വേഗത്തിലാണ് 19 വയസ്സുകാരനാണെങ്കിലും പോലീസ് ഇപ്പോൾ ആക്ഷൻ എടുത്തിരിക്കുന്നത്. കണ്ണൂർ പച്ചപ്പൊയ്ക സ്വദേശിയായ അനന്തുവിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. CPM പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വികലമായി പങ്കുവച്ച് അതിന് താഴെ സ്വർണ്ണക്കള്ളൻ എന്ന അടിക്കുറിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയദർശിനി ഓലായിക്കര എന്ന പേജിലാണ് ഈ ചിത്രം പങ്കുവച്ചത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾക്കെതിരെ എതിർപക്ഷങ്ങളൊക്കെ തന്നെ പലതരത്തിലുള്ള ട്രോളുകളും അതുപോലെ തന്നെ ഉയർത്താറുണ്ട്. അവരെ പല പേരുകളിലും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അത് അതിര് വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം സത്യം പറഞ്ഞാൽ എവിടെയില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ പലതും വായിക്ക് തോന്നിയത് വിളിച്ചു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടും എല്ലാവരും കാണുന്നുണ്ട്. ചില രസകരമായിട്ടുള്ള ട്രോളുകളൊക്കെ തന്നെ നല്ലതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ പലരും പല ട്രോളുകളും വളരെ രസകരമായി തന്നെ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ പരിധി വിട്ട് വളരെ മോശമാവുമ്പോൾ, വളരെ അശ്ലീലത കലർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് പോലീസിനും ആക്ഷൻ എടുക്കേണ്ടി വരിക. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വം ലഹളയുണ്ടാക്കാനും സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. പരാതിക്കാരനും CPM പ്രവർത്തകർക്കും ഇതുവഴി മാനസിക വിഷമം ഉണ്ടാക്കുകയും പ്രകോപനപരമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്നും FIR-ൽ വ്യക്തമാക്കുന്നു. പിണറായി സ്വദേശിയായ സുധീറാണ് പരാതിക്കാരൻ. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന പ്രിയദർശിനി ഓലായിക്കര എന്ന പേജിൽ പങ്കുവയ്ക്കുന്നത്. ഓലായിക്കരയിലെ കോൺഗ്രസ് ഗ്രാമമെന്നും ഫിയർലെസ് എഗെയിൻസ്റ്റ് കോംപ്രമൈസ് എന്നുമാണ് പേജിൽ ഡിസ്ക്രിപ്ഷനായി ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വം ലഹളയുണ്ടാക്കാനും സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ശ്രമിച്ചുവെന്നും പരാതിക്കാരനും CPM പ്രവർത്തകർക്കും മാനസിക വിഷമം ഉണ്ടാക്കുകയും പ്രകോപനപരമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്നാണ് 19കാരനായിട്ടുള്ള അനന്തുവിനെതിരെയുള്ള FIR-ൽ പറയുന്നത്. പിണറായി സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി. അതിനെ പലരും അത് ഷെയർ ചെയ്യുകയും മറ്റും ചെയ്തതോടു കൂടിയിട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്നാണ് ഇപ്പോൾ പോലീസ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അനന്തുവിനെതിരെ കേസെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമുക്കറിയാം, കണ്ണൂരിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ തന്നെ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇനി മെയ് 4 വരെയുള്ള സമയമെന്ന് പറയുന്നത് അടുത്തത് ആരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ള ജനം തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ജനവിധി അറിയാനുള്ള ആ ഒരു കാത്തിരിപ്പാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പലതരത്തിലുള്ള വെല്ലുവിളികൾ നടക്കുന്നുണ്ട്. അടുത്തത് ഞാനായിരിക്കും, അടുത്തത് നീ ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്, അടുത്തത് ഞങ്ങളുടെ പാർട്ടി ആയിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്നുള്ള വെല്ലുവിളികളും ആത്മവിശ്വാസവും ഒക്കെ തന്നെ പരസ്യമായൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അതിരുവിടുമ്പോൾ വലിയ ആക്രമണാത്മകമായി മാറാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 19കാരനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നടപടി എടുത്തിരിക്കുകയാണ് പോലീസ്. അതേസമയം തന്നെ പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ മറ്റുള്ള പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പല വികൃത രൂപത്തിലും അവർക്കെതിരെ പച്ചത്തെറിയടക്കം വിളിച്ചുകൊണ്ടും പറയാൻ സാധിക്കാത്ത, സംസ്കാരമില്ലാത്ത വാക്കുകൾ വിളിച്ചുകൊണ്ടും പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ എന്ത് ചെയ്യുകയായിരുന്നു പോലീസ് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്.